സംസ്ഥാനത്ത് പരോളിൽ പോയി തിരിച്ചെത്താത്ത തടവുകാരുടെ എണ്ണം ഞെട്ടിക്കുന്നത്. 2024 ഫെബ്രുവരി വരെ പരോളിൽ പോയി മടങ്ങിയെത്താത്തത് 70 പേർ. കാണാതായവരിൽ ഭൂരിപക്ഷവും ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ടവർ. തിരുവനന്തപുരം നെട്ടുകാൽത്തേരിയിലെ തുറന്ന ജയിലിൽ മാത്രം പരോൾ എടുത്തു മുങ്ങിയത് 31 പേർ. ജയിൽ വകുപ്പ് രേഖകൾ ജനം ടിവിക്ക്. ജനം എക്സ്ക്ലൂസീവ്. ജയിൽ വകുപ്പ് പുറത്തുവിട്ട കണക്കുകളാണിത്. സംസ്ഥാനത്തെ വിവിധ സെൻട്രൽ ജയിലുകളിൽ നിന്നും പരോളിൽ പോയി തിരികെ വരാത്ത തടവുകാരുടെ പട്ടിക. 70 തടവ് പുള്ളികൾ തിരികെ വരാനുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ ജയിൽ, കണ്ണൂർ സെൻട്രൽ ജയിൽ, വിയ്യൂർ സെൻട്രൽ ജയിൽ, തിരുവനന്തപുരം നെട്ടുകാൽത്തേരി, ചീമേനി തുടങ്ങിയ പ്രധാന സെൻട്രൽ ജയിലുകളിലെ തടവുകാരുടെ പട്ടികകൾ. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ 28 പേർ തിരികെ വരണം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ 4 പേര്, വിയ്യൂർ സെൻട്രൽ ജയിലിൽ 4 പേര്, തിരുവനന്തപുരം നെട്ടുകാൽത്തേരി തുറന്ന ജയിലിൽ 31 പേര് തിരികെ വരണം. ചീമേനിയിൽ 4 പേര്. ആകെ 70 പേരുടെ പട്ടിക. ജയിൽ ചാടിയവരിൽ 90% തടവുകാരും ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ടവർ. ഏറ്റവും കൂടുതൽ തടവുകാർ പരോളിൽ പോയിട്ട് തിരികെ വരാത്തത് തിരുവനന്തപുരം ജില്ലയിലെ തുറന്ന ജയിലായ നെട്ടുകാൽത്തേരിയിലാണ്. 31ഓളം പേർ. ജയിൽ വകുപ്പിന്റെ ഗുരുതരമായ വീഴ്ച. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും 4 പേര് പരോളിൽ പോയി. 2020 ശേഷമാണിത്. ഈ 4 പേരും തിരികെ വന്നിട്ടില്ല. മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ് ജയിൽ വകുപ്പ്. ശിക്ഷ ലഭിക്കേണ്ടവർ പരോളിലിറങ്ങി തിരികെ വരാതെ സർക്കാരിന്റെ മൂക്കിൻ തുമ്പത്ത് വിലസുന്നു. ഒരുപക്ഷെ ചാർലി തോമസ് ജയിലിൽ ചാടിയതും തിരികെ പിടികൂടിയതൊക്കെയാണ് വാർത്തയായത്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് പോലീസിന്റെ കൺവെട്ടത്ത് കൂടി ജയിൽ ചാടിപ്പോയവരാരെയും തിരികെ ജയിൽ വകുപ്പ് പിടികൂടിയിട്ടില്ല. ഇതൊരു സിസ്റ്റത്തിന്റെ വീഴ്ചയാണ്. 70ഓളം പേര് കഴിഞ്ഞ കാലങ്ങളിലായി കാണാതായിട്ടുണ്ട്. ഇവരൊക്കെ എവിടെയെന്നൊരു കണക്കുമില്ല.